മറ്റൊരു പ്രഭാതം കൂടി കാണുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. हमारा मसीह की हुजूरी में एक भोर सुबह ही वक्त आकर हमारा मन मसीह की ओर लगाने के लिए प्रभु ने अवसर दिया। इसी कारण मैं मसीह को धन्यवाद देता हूँ। ഏവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ये वचन की घोषणा में आप सभी को स्वीकार और आमंत्रण करता हूँ। വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 29-ാം വാക്യം. और मत्ती का सुसमाचार 9-ാം അധ്യായം 29-ാം വാക്യം. मत्ती का सुसमाचार 9वां अध्याय उसका 29वां पद में हम आए। 27 മുതൽ വായിക്കുന്നു. 27वां पद से लेकर യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചുകൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന് ഉവ്വ് കർത്താവേ എന്ന് അവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണ് തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവരുടെ കണ്ണ് തുറന്നു. मत्ती का सुसमाचार 9वां अध्याय 27वां पद से लेकर जब यीशु वहां से आगे बढ़ा तो 2 अंधे उसके पीछे यह पुकारते हुए चले, हे दाऊद की संतान हम पर दया कर। जब वह घर में पहुंचा तो वे अंधे उसके पास आए और यीशु ने उसे कहा, क्या तुझे विश्वास है कि मैं यह कर सकता हूं? उन्होंने उसके कहा, हाँ प्रभु। तब उसने उसकी आगे छूकर कहा, तुम्हारा विश्वास के अनुसार तुम्हारे लिए हो। യേശുവിന്റെ പിന്നാലെ അനുഗമിച്ചതായ 2 കുരുടന്മാർ അവർക്ക് കാഴ്ച ലഭിക്കുന്നതിന് വേണ്ടി യേശുവിനോട് നിലവിളിച്ചു. यीशु का पीछे हो लिया हुआ 2 अंधे व्यक्ति इतने विश्वास किया, इसी कारण में मसीह ने उनका आंख खोल दिया है। യേശു അവരോട് ചോദിച്ചത്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ? यीशु ने उन्हें पूछताछ की, मैं कहेगा तो तेरी आंख खुल मिल जाएगा, ये तूने विश्वास करता है नहीं है? അത് യേശുവിന് കഴിയും എന്ന് അവർ വിശ്വസിച്ചു, ഏറ്റു പറഞ്ഞു. അവർക്ക് കാഴ്ച ലഭിക്കുന്നതിനിടയായി തീർന്നു. और उन्होंने हाँ कहा, इसी कारण में यीशु ने उन्हें छुआ और आंख खोल दिया और उनका ज्योति में आया। അതേ ചോദ്യം തന്നെ കർത്താവ് ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ്, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നു? वही शब्द आज ये प्लेटफॉर्म में आए हुए सभी को पूछताछ कर रहा है, मसीह को ये कार्य कर सकता है नहीं है? ദൈവ വചനത്തിന് ശബ്ദം കൊടുക്കുന്ന ജോലിയാണ് ദൈവദാസന്മാരുടേതായ പ്രസംഗകരുടെ ജോലി. और परमेश्वर के लोगों को विश्वास और शब्द दिलाता है, जो काम कार्य है परमेश्वर की दासों के काम। യേശുവിന്റെ വചനത്തിന് ഞങ്ങൾ ശബ്ദം കൊടുക്കുന്നു. यीशु मसीह की वचन को हम आवाज दे रहा है। ഈ യേശുവിന്റെ വചനത്തിന് ശക്തിയുണ്ട്, അത് അത്ഭുതങ്ങളെ കൊണ്ടുവരും. यीशु मसीह की वचन स्वामर्थी है और उनको काम कार्य कर रहा है। ഈ കുരുടന്മാർ യേശുവിനോട് പറഞ്ഞത് യേശുവിന് അത് കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നു എന്ന്. ये अंधे वालों दोनों ने ये विश्वास किया, यीशु मसीह कहेगा तो हमारा आंख खुल मिलेगा। അസാധ്യവും അവിശ്വസനീയവുമായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു. असंभव की बात संभव करने के लिए मसीह की शब्द को हो सकता है, ये बात हम विश्वास करता है।
എല്ലാം ചെയ്യുവാൻ കഴിവുള്ളതായ ഒരു ദൈവത്തിന് മാത്രമേ ഈ ഉം, ആ, ഈ ലോകത്തിൽ, ഈ ദുഷ്ട ലോകത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ കഴിയുള്ളൂ. सब कुछ हो सकता है, कर सकता है इत्यादि बातों विश्वास करते हैं, वो ही है विश्वास। ദാനിയേൽ എന്ന പ്രവാചകൻ വളരെ പ്രതിസന്ധിയിലായ ഒരു സന്ദർഭമുണ്ടായി. दानियल ने इतने कठिन अवस्था में आया, एक अवसर आया था। അവിടെ അദ്ദേഹത്തിന് ഓഫീസിൽ, അദ്ദേഹത്തിന്റെ ജോലി സ്ഥലത്ത് അനവധി ശത്രുക്കളുണ്ടായിരുന്നു. और दानियल ने उनकी जिम्मेदारी काम कर रहा है जो स्थान में उनकी वैरी थे। അവന് അവന്റെ ശത്രുക്കൾ എല്ലാവരും കൂടി ഒരു ഉപായത്തിൽ അവനെ കുടുക്കി രാജാവിനെ കൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് വരുന്ന 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും ആരും പ്രാർത്ഥിക്കുവാൻ പാടില്ല എന്നുള്ളതായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. दानियल के बारे में देखते हैं, एक ईश्वर की पूजा, प्रार्थना, आराधना करते हैं दानियल। ये दानियल की विश्वास तोड़ने के लिए इन्होंने एक तंत्र की रूप बनाया और राजा से यही कहा 30 दिन तक राजा को सिवा दूसरा कोई देवी देवताओं को प्रार्थना करने के लिए मना किया है। ഈ കൽപ്പന തനിക്ക് വിരോധമായിരിക്കുന്നു എന്നുള്ളത് അറിഞ്ഞിട്ട് തന്റെ ദൈവവിശ്വാസം ഉപേക്ഷിക്കുവാൻ താൻ തയ്യാറായില്ല. ये आज्ञा, ये नियम दानियल की विश्वास के विरोध में है, ये जानकारी मिला, फिर भी दानियल अपना विश्वास खो जाने के लिए अवसर नहीं दी। ദാനിയേലിനോട് രാജാവിന് വലിയ ഇഷ്ടമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. दानियल की और राजा को बहुत सारे विश्वास है। അത് വെറും സംസാരം മാത്രമേ ഉള്ളൂ, കാര്യത്തിലൊന്നും ഒരു അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നില്ല. बातचीत में, काम कार्यों में इन्होंने कुछ और नियम लाता नहीं है। രാജാവിന് സർവാധികാരമുണ്ട്. രാജാവിന് താൻ അത്രയധികം ഇഷ്ടപ്പെടുന്നതായ ഉദ്യോഗസ്ഥനാണെങ്കിൽ വിശ്വസ്തൻ എന്ന് കണ്ടത് കൊണ്ട് അവനെ ആ നിയമം മാറ്റാമായിരുന്നു. राजा के विश्वस्त, योग्य और सेवक है, ये सोच समझकर ये नियम को तोड़ सकता था राजा को। മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സിംഹത്തിന്റെ കുഴിയിൽ വീഴുന്നതായ, അടയ്ക്കുന്നതായ ആ മനുഷ്യനെ നോക്കിയിട്ട് രാജാവ് പറയാണ്, നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന്. वो सिंह की गुफा में दानियल को डाला और सिंह की गुफा पर आकर राजा ने यह बात दी, तेरी तू आराधना करता है, वो यहोवा परमेश्वर को तुमको बचा सकता है। ഇവിടെ രാജാവ് പറയുകയാണ്, നിന്റെ ദൈവത്തിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയുമെന്ന്. राजा ने एक बात बोली, तू भजन करते हैं जो राजा को तुमको सिंह की गुफा से बच सकता है। ഈ ലോകത്തില് അനേകം വ്യക്തികളുണ്ട്, വലിയ ആദർശം പറയുന്നതായ വ്യക്തികളാണ്. ये दुनिया में बहुत सारे लोग हैं, बहुत अच्छे अच्छे बात कहने वाले हैं। പണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഒരു ഭരണാധിപൻ ഉണ്ടായിരുന്നു. पहले पुराना समय में हमारा राज्य में एक प्रभुता करने वाले थे। അദ്ദേഹത്തെ കുറിച്ച് ആളുകളെല്ലാം പറയുന്നത് വളരെ ആദർശ ധീരനായ വ്യക്തിയാണ്. और लोगों ने ये बात कहते रहते हैं, जो कहे वैसा करने वाला अमुक व्यक्ति है। അദ്ദേഹം ആർക്കും എന്തെങ്കിലും ഒരു നന്മ ചെയ്തതായിട്ട് പറയുവാനില്ല. मानव जातियों को कुछ भलाई के काम किया है, ये बात कहने के लिए है नहीं। അതുപോലെയാണ് ഈ രാജാവും ദാനിയേലിനോട് പറയുന്നത്, നിന്റെ ദൈവം നിന്നെ കാത്തുകൊള്ളും, നീ നല്ലവനാണ്, നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്നൊക്കെയുള്ളതായ വാക്കുകൾ പറയുന്നു. ऐसे नहीं, दानियल की और राजा ने कहते हैं, तुम ईश्वरीय भक्ति में रहने वाले हैं, तू जिन पर विश्वास रखते हैं वो यहोवा ने तुम्हें बचाएंगे, रक्षा करेंगे. എന്നാൽ
ദാനിയേലിനെ രക്ഷിക്കുന്നതിന് അവൻ ഇടപെടാതെ സേവിച്ചു വന്നതായ ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചു, അത്ഭുതം ചെയ്തു. राजा दानियल ने निरंतर प्रार्थना में लवलीन रहे थे, इसी कारण में सिंह की गुफा में दानियल को बचा दिया है। ഈ ദാനിയേലിനെ അത്ഭുതകരമായിട്ട് വിടുവിച്ച ദൈവത്തിന് നമ്മെയും വിടുവിക്കുവാൻ കഴിയും. ये वचन हमें देता है, दानियल को सिंह की गुफा से बचाया हुआ वो ईश्वर मैं और आपको भी कठिन शोधना, कठिन परिस्थिति में भी बचा सकता है। അത് മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് സിംഹത്തിന്റെ കുഴിയിൽ എറിയപ്പെട്ടതായ ദാനിയേലിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞു എങ്കിൽ ആ ദൈവം നമ്മെയും രക്ഷിക്കും. मृत्यु मुहामुह देखा हुआ जो दानियल सिंह की गुफाओं में से राजा यहोवा ने उनको बचाया, तो समझो आज भी हमें भी बचा सकता है। മുമ്പിൽ ഒരു വഴിയും കാണാതെ നിൽക്കുകയാണ് എങ്കിൽ കർത്താവ് ഒരു വഴി ഒരുക്കും. भूमि में हमारे लिए कोई रास्ता देखने के लिए है नहीं है, लेकिन हमारा मसीह हमारे लिए रास्ता खोल कर देंगे। ഒരു പരിക്കും ഒരു മുറിവും ഏൽക്കാതെ അടുത്ത ദിവസം സിംഹത്തിന്റെ കുഴിയിൽ നിന്നും പുറത്തു വന്നതായ ദൈവം ദാനിയേലിനെ പുറത്തു കൊണ്ടുവന്നു. सिंह की गुफा में दानियल को डाला, लेकिन शरीर में चोट लगा नहीं, खा भी नहीं, कुछ हानि ना पहुंचा, सही सलामती से दानियल को परमेश्वर ने बाहर लाया है। വിശ്വാസത്തിന്റെ പേരിൽ അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതായ 3 യഹൂദ ബാലന്മാരെ കുറിച്ച് നമുക്കറിയാം. विश्वास के लिए अपना जीवन त्याग किया हुआ 3 बालकों के बारे में भी हमको जानकारी है. തീയുടെ മണം പോലും ഏൽക്കാതെ 4ാമത് ഒരുവനായ യേശു കർത്താവ് അവിടെ ഇറങ്ങി അവരെ പുറത്തു കൊണ്ടുവന്നു. आग के अंदर डाला, लेकिन ये आग की और सुगंध उनका शरीर में आया नहीं. इतने शरीर को संभाल कर यहोवा परमेश्वर की दूतों ने आग में से 3 व्यक्तियों को बाहर लाया है. ഇനി ഒരു വഴിയുമില്ലാതെ കയറിന്റെ അറ്റത്തോളം എത്തിച്ചേർന്നു എങ്കിൽ അവിടെ നിന്നും നമുക്ക് നമ്മെ ഉദ്ധരിക്കുവാൻ, നമ്മെ വിടുവിക്കുവാൻ തക്കണം ഈ യേശുവിന് കഴിയും. मानोगे यही बात है, हम सोच समझते हैं वो उद्धार पाने का रक्षा के लिए कोई रक्षक नहीं है, सोच समझ कर जाएगा तो उसी घड़ी में हमारा मसीह की आत्मा हमको भी बचाने के लिए हमारा निकट आ पहुंचेगी. എത്ര വലിയ ശോധനയിലൂടെ അഗ്നിസമാനമായ പരീക്ഷയിലൂടെ നാം കടന്നു പോകുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരു കേടും കൂടാതെ നമ്മെ പുറത്തെടുക്കുവാൻ തക്കം നാം സേവിച്ചു നിൽക്കുന്നതായ ഈ യേശു കർത്താവിന് കഴിയും. कितना भी परीक्षा, वेदना, शोक के अंदर वो भोगना पड़ेगा, तो भी उसी घड़ी में हमारा मसीह की आत्मा सारे घटना से हमको रक्षक होकर हमारा साथ आ जाएगा. നമ്മെ ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ളതായ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനായ യേശു നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് അവന് അത് ചെയ്യുവാൻ കഴിയും. जयोत्सव मनाने के लिए प्रभु ने हमें सारे घटना से रक्षक होकर हमारा साथ आकर हमें बचाने के लिए हमारा साथ आ जाएगा. നഷ്ടങ്ങളുടേതായ കണക്ക് നോക്കിയിട്ട് വിലപിച്ചുകൊണ്ടിരിക്കുന്നതായ ഓരോ വ്യക്തിയോടും ദൈവം പറയുക എത്ര ചെയ്യുന്നത്, പണ്ടത്തെ പോലെ നിനക്കിനിയും പാടുവാനും സ്തുതിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷിക്കുവാനും ഇനിയും അവസരം ഉണ്ട്. आज के दिनों में कष्ट और शोक भोगता है और नुकसान की बात कहते हैं, जो निराशा में रहता है. प्यारो, मसीह की वचन आज आपकी ओर पहुंचाते हैं. पहले हमारा जिंदगी की हाल क्या था, इससे भी बढ़कर हमारा मसीह हमें चलाएंगे. കുടുംബ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നത് വിശ്വസ്തതയില്ലാത്തതായ ഒരു ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയായിരിക്കാം. परिवार के जीवन में पति या पत्नी हमारा परिवार के जीवन छोड़ने के लिए रास्ता बनाएगा, तो जान ले
मसीह की शक्ति सामर्थ हमारा साथ रहकर हमें पारिवारिक जीवन बना देंगे। നിങ്ങളുടെ കുടുംബ ജീവിതം ഭയാനകമായ അവസ്ഥയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. शायद हो हमारा पारिवारिक जीवन इतने भयंकर गंभीर हाल से गुजर रहा होगा। ക്യാൻസർ പോലുള്ളതായ മാരക രോഗം നിങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം. कष्ट और महाभयंकर बीमार हाल से, रोग से भरा हुआ, लेकिन उसमें से बचाने के लिए हमारा मसीह हमारा साथ भी साथ है। നിങ്ങളുടെ കുടുംബം ചില ദുരന്തങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കാം. शायद हो हमारा पारिवारिक जीवन कई प्रकार की शोक भोगता होगा। കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം മുറുകെ പിടിക്കുകയാണ്, ഉറച്ചു നിൽക്കുകയാണ് എങ്കിലും നമ്മുടെ സിറ്റുവേഷൻ മാറ്റുവാൻ, നമ്മുടെ അവസ്ഥ മാറ്റുവാൻ ഈ യേശു തയ്യാറാണ്. हम हमारा विश्वास तोड़ने तक हमारा विश्वास को पूछताछ करते हुए समय विश्वास रखे हमारा मसीह हमारा जीवन को बदल डाल देंगे। ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ അവസാന വാക്ക് എന്ന് പറയുന്നത് ഡോക്ടറുടെ വാക്കല്ല, മറിച്ച് ദൈവത്തിന്റെ വാക്കത്രേ. एक विश्वासियों की अंतिम शब्द डॉक्टर की शब्द नहीं, हमारा मसीह की शब्द होना हमारा काम है। നാം സഭയായി പ്രാർത്ഥിക്കുമ്പോൾ, വ്യക്തിപരമായി പ്രാർത്ഥിക്കുമ്പോൾ എത്രയോ ആളുകൾക്ക് ദൈവം അത്ഭുത സൗഖ്യം കൊടുത്തു. रीति पर प्रार्थना करते हैं, जितने बीमारियों को प्रभु चंगाई दिया देता है। ഒരിക്കൽ ക്യാൻസർ രോഗബാധിതയായിരുന്നതായ ഒരു ചെറുപ്പക്കാരിയും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. एक बार परमेश्वर के दास ने कैंसर बीमार से भरे हुए एक औरत के लिए परमेश्वर के दास प्रार्थना किया था। 5-6 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ ഒരു സഭായോഗത്തിൽ വെച്ച് കാണുവാനിടയായി. और 6 महीना की पश्चात एक सभाराधना में वो औरत को मिला। എനിക്ക് ആളിനെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവൾ എന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എനിക്ക് ഇപ്പോൾ നല്ല സൗഖ്യമുണ്ട് എന്ന്. और वो स्त्री को पहचान नहीं सका, लेकिन उन्हों को मालूम पड़ा है वही ने परमेश्वर के दास के सामने आकर कहा, प्रभु ने मुझे चंगाई दी है। അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങളുടേതായ ആ പ്രത്യാശ, കർത്താവിലുള്ള പ്രത്യാശ, ആ വിശ്വാസം ഉപേക്ഷിക്കരുത്. इसी कारण में आप ध्यान दे, हमारा मसीह में हम कितनी आशा रखा है, आग्रह की है। हमारा जिंदगी में वेदना दुख के समय हमारा आशा थोट नहीं। നമ്മെ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും. आजकल के दिन की ये जीवन की रास्ताओं में इसका मतलब हमारा प्रतिकूल परिस्थितियों में से बाहर लाने के लिए मसीह को हो सकता है। എഫേസ്യർക്കെഴുതിയ ലേഖനത്തില് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ നടത്തുവാൻ കഴിവുള്ള ദൈവത്തെക്കുറിച്ച്. इफिसियों के पत्र में ये वचन दिया, हम जितना सोच विचार करते हैं, ये सोच विचार करने के ही अधिक हमारा प्रभु मसीह ने हमें चलाने के लिए और हमारा साथ है। മരിച്ചവരുടെ ഇടയിൽ നിന്നും യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ അത്യന്ത ശക്തി നമ്മിൽ വ്യാപരിക്കുന്നു. मृतकों के बीच में से जिलाया हुआ मसीह की आत्मा हमारा बीच में काम कर रहा है। ഈ ദൈവം നമ്മെ വിടിവിച്ചു എങ്കിൽ നാം സ്വസ്ഥമായി ഇരിക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ये मसीह की आत्मा में छुटकारा दिया तो समझो हम कार्य हाथ से बैठना नहीं। പല വിശ്വാസികളും തങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം കണ്ടതുകൊണ്ട് വളരെ സംതൃപ്തരായിട്ട് അങ്ങനെ മടിയന്മാരായിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. बहुत सारे विश्वासियों को हम देखते हैं आश्चर्य अचंभा की काम कार्य मसीह ने किया, जो उसमें से संतृप्त होकर बैठते हैं हम देखते हैं। നിങ്ങളെ മരിക്കുവാൻ അനുവദിക്കാതെ ദൈവം ഈ ഭൂമിയിൽ ജീവനുള്ള ഒരു ദേശത്ത് ശേഷിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ആഗ്രഹമുണ്ട്. मृतकों से हमें जिलाया, जीवन दिया,
ऐसा हम विश्वास करता है तो हमारे ओर से प्रभु को कुछ काम है. നിങ്ങളുടെ ചുറ്റുപാടുകളില് രോഗത്തിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയും നിങ്ങൾക്ക് അവരോട് ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കട്ടെ എന്ന്. और हमारा मसीह की ओर आना चाहता है जो व्यक्ति जो बीमार हाल में होवे तो हम पूछताछ करें, हम तुम्हारे लिए प्रार्थना करें. പ്രാപിച്ച നന്മകളെ ഓർത്ത് സംതൃപ്തരായി ഇരിക്കുവാനല്ല, മറിച്ച് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ പ്രവൃത്തി തുടരുവാൻ തക്കവണ്ണം ഈ ജീവനുള്ള കാലത്തോളവും നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. और यही बात है, हमारा जिंदगी में शोक भोगना पड़ता है, जो हाल वो समय भी हमारा मसीह में हमारा विश्वास सिर पकड़ना हमारा कर्तव्य है. നല്ല ദൈവവിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി വളർത്തപ്പെട്ടതായ ഒരു ചെറുപ്പക്കാരനായിരുന്നു ദാനിയേൽ. ये छोटा जवान दानियल इतनी भयभक्ति मानने वाला, इतने विश्वास में सिर पकड़ा हुआ व्यक्ति थे दानियल. ശത്രു രാജാവ് വന്ന് ജനത്തെ എല്ലാം അടിമകളായിട്ട് ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ടുപോയപ്പോൾ തന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയി. शत्रुओं ने आकर घेर लिया, गुलामी होकर गुलाम किया, तो शत्रुओं ने उन्होंने पकड़ गया, फिर भी उनका विश्वास हिलना पड़ा. അവിടെ ചെന്നപ്പോൾ താൻ ദൈവത്തോട് ഉടമ്പടി ചെയ്തിട്ടുള്ളതായ ആ രീതിയിലുള്ളതായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ കഴിയാത്തതായ സാഹചര്യങ്ങള്, അവിടെ രാജാവ് കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെയും തനിക്ക് താല്പര്യമില്ല എങ്കിലും അത് കഴിക്കണമെന്ന് അവർ നിർബന്ധിക്കുന്നു. ഒരു പുതിയ ഒരു സംസ്കാരം ഫോളോ ചെയ്യുവാൻ തന്നെ നിർബന്ധിക്കുന്നു. दानियल ने जिन दीदी पर पहनना, रहना, खाना पीना सब अन्य जाति राजाओं ने बदल डालकर उनका विश्वास से पीछे हटाने के लिए रास्ता बनाया, वो वहां मरहम पाया जाता है. ദാനിയേൽ അധികാരികളോട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ സന്നിധിയിലുള്ളതായ ഉറച്ച തീരുമാനങ്ങളിൽ നിന്നും ഞാൻ പിന്മാറുന്ന പ്രശ്നമേ ഇല്ല എന്ന്. दानियल ने जो उनका अधिकारियों को यह बात कहने लगा, हमारा खाने पीने पहने के बारे में हमारा मसीह यहोवा के ऊपर भरोसा रखा, जो भरोसा से पीछे हटाने के कोई काम कार्य हमारा बीच में है नहीं. ജീവിത സാഹചര്യങ്ങളിൽ ഔദ്യോഗിക മണ്ഡലങ്ങളിൽ ഇങ്ങനെയുള്ളതായ വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വരുമ്പോൾ അവിടെ നാം ശക്തമായ ഒരു നിലപാടെടുക്കുകയാണ് എങ്കിൽ മറ്റുള്ളവരെ നമുക്ക് സ്വാധീനിക്കുവാൻ കഴിയും. मेरा शब्द सुनने वाले ये बात समझ ले, हम नौकरी में जाते हैं, काम में हैं, हमारा विश्वास को पूछताछ करने का कोई समय हाल आवे, हमारा विश्वास में वो सिर पकड़ कर रहेगा तो हमारा विश्वास देखते हुए औरों को मसीह की ओर ला सकता है. ആത്മനിറവുള്ളതായ ഒരു വ്യക്തിക്ക് തന്റെ ക്രിസ്തുവിലുള്ളതായ തന്റെ ഐഡന്റിറ്റിയും അത് മറച്ചു വെക്കുവാൻ കഴിയില്ല. भरपूरता में आया एक व्यक्ति को मसीह की विश्वास छुपा कर रख नहीं सकते हैं. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടി അത്രേ. मसीह ने हमें बुलाहट दी, उनको एक विश्वास, एक उद्देश्य, एक लक्ष्य के साथ है. നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ളതായ വ്യക്തികളിലേക്ക്, സമൂഹത്തിലേക്ക് അത് നമ്മുടെ കർത്താവിൻ്റെതായ സന്ദേശവാഹകരായിട്ട് നാം ജ്വലിക്കേണ്ടിയിരിക്കുന്നു. अन्य जातियों के बीच में रहते हैं, हमारा मसीह की शक्ति सामर्थ्य हमारे में आकर हमारा विश्वास को उन्हीं का साथ प्रकट करना हमारा काम है. അതെ, ക്രിസ്തുവിന് വേണ്ടി സമർപ്പിതമായ ഒരു ജീവിതം നയിച്ചതായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ ലോകവുമായിട്ട് അല്ലെങ്കിൽ ലോകത്തിൻ്റെതായ പ്രവൃത്തികളുമായിട്ട് കോംപ്രമൈസ് ചെയ്യുവാൻ സാധ്യമല്ല. मसीह के वचन की ओर जीने वाले और अन्य जातियों की अन्य बातों में और सिर झुकाना वो हमारा काम है नहीं है.
ജാതികളായ ആളുകൾ നിയന്ത്രിക്കുന്നതായ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ താൻ പ്രവർത്തിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് ദൈവം അദ്ദേഹത്തെ കൊണ്ടുവന്നു. अन्य जाति पराया देवी देवताओं को पूजा करने वाले राजा की निजे काम करते हैं, उनका विश्वास अपनाने के लिए अनुमति नहीं दिया। उन्होंने विश्वास किया, वो विश्वास में सिर पकड़ कर रहा। സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, ആരും നമുക്ക് സഹായിപ്പാനില്ല എങ്കിലും അവിടെയും ദൈവം വിശ്വസ്തയോടുകൂടി തന്നെ സേവിക്കുന്നവർക്ക് വേണ്ടി അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കുക തന്നെ ചെയ്യും. हमारा चारों तरफ देखे, हमारा परिस्थिति हमारे लिए अनुकूल नहीं, प्रतिकूल है, लेकिन मसीह की शब्द में हमारा जीवन आगे रखेगा तो उसी घड़ी में मसीह आकर हमको बचाएंगे। ദാനിയേലിന് അവിടെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. दानियल को शत्रु वैरियों बहुत सारे थे। ദൈവമക്കൾക്ക് എവിടെ പോയാലും ശത്രുക്കളാണ്. मसीह के लोगों को कोई जगह पर जाओ वहां पर शत्रुओं है। അത് നിങ്ങളിലുള്ളതായ അഭിഷേകം നിമിത്തമത്രേ പിശാച് പല രൂപത്തിലും പല ഭാവത്തിലും പല വ്യക്തികളിലൂടെയും നിങ്ങളെ ആക്രമിക്കാൻ നേരിടുവാൻ വരുന്നത്. कारण यही है, मसीह ने प्रतिज्ञा दी, जो आत्मा हमारे में वास करता है, इसी कारण में शत्रुओं ने हमें घेर लेते हैं। ഇവിടെ രാജാവ് കൽപ്പിച്ചത് വരുന്ന 30 ദിവസത്തേക്ക് ആരും രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. राजा ने हुकूमत दी, राजा सिवा कोई किसी की नाम लेकर प्रार्थना ना करे। സാധാരണ രീതിയിലുള്ള വിശ്വാസികൾ ഇങ്ങനെയുള്ളതായ കൽപ്പന വരുമ്പോൾ എന്ത് ചെയ്യും? നല്ലത് തന്നെ, ഒരു വെക്കേഷൻ ആകാം, നമുക്ക് ഇനി പ്രാർത്ഥനയൊക്കെ 30 ദിവസത്തേക്ക് ഇല്ലല്ലോ, നമുക്ക് ടൂറിന് പോകാം എന്നൊക്കെ ചിന്തിക്കും. आजकल दिनों में साधारण विश्वासियों ने ऐसे प्रकार एक हुकूमत एक अनुमति देगा तो चलो एक हफ्ता की छुट्टी है, हम थोड़ा घूमने के लिए जाके आएंगे। ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതത്തിലെ ഒരു വെക്കേഷൻ ഇല്ല. दानियल के बारे में हम सोच समझेगा तो और दानियल को प्रार्थना में छुट्टी नहीं है। അല്ല എങ്കിൽ നമ്മൾ വിചാരിക്കും ഇനിയിപ്പോ ആരെയും ശല്യപ്പെടുത്തുന്നത് ആർക്കും നമ്മളൊരു ഭാരമായി മാറണ്ട, നമുക്ക് മൗന പ്രാർത്ഥന നടത്താമെന്ന് വിചാരിക്കും. जो आजकल दिनों में ये बात मन में सोचते हैं कि चलो दूसरा औरों को किसी को बुलाने का कोई जरूरत नहीं, हम बैठे हम अकेला प्रार्थना करेंगे। എന്നാൽ ദാനിയേലിനെ ഉത്കൃഷ്ട മനസ്സുള്ളതായ ശ്രേഷ്ഠനായ ഒരു ദൈവഭക്തനായിരുന്നു. दानियल की मन, इनका विश्वास एक निर्णय है, एक निश्चय है, इसी कारण में और विश्वास में स्थिर रहा है। തന്റെ വിശ്വാസ ജീവിതത്തോട് വെല്ലുവിളിച്ചതായ ഈ ലോകത്തിന്റെ ശക്തികളെ കണ്ടിട്ട് താൻ ഭയപ്പെട്ടു പോയില്ല. और दुनियादारी सारे सब चीज दानियल के विश्वास को तोड़ने के लिए प्रतिकूल परिस्थिति में है, फिर भी अपना विश्वास त्याग नहीं किया। നൈജീരിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ യേശുവിലുള്ള വിശ്വാസവും ഉപേക്ഷിക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളെ അത്ര ദിനം പ്രതി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. नाइजीरिया इत्यादि जगहों में अपने मसीह का विश्वास त्याग नहीं करने के कारण में बहुत सारे लोगों को और मार डाल देता है। ദാനിയേലിനെ രക്ഷിക്കുവാൻ ശക്തനായിട്ടുള്ളതായ അധികാരമുള്ളതായ രാജാവ് അവനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല. പറഞ്ഞത് നീ സേവിച്ചിരുന്ന ദൈവം നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. दानियल को बचाने के लिए हो सकता है, अधिकार दे सकता है वो राजा ने, तूने जिन पर भरोसा रखा, विश्वास किया, वो परमेश्वर तुमको बचाएंगे कहकर उन्होंने पीछे हट गई है। ദാനിയേലിനോട് രാജാവ് പറയുന്നത് എല്ലാം ശരിയായിക്കൊള്ളും, നീ പിന്നെ വിഷമിക്കൊന്നും വേണ്ട, എല്ലാം നന്നായി വരും എന്നൊക്കെ ആശംസാവാക്കുകളാണ് രാജാവ് പറഞ്ഞത്. राजा ने बहुत भले भक्ति से अच्छे से बात की, तूने सेवा किया है, करता है, जो यहोवा परमेश्वर ने ये हाल से तुमको बचाएंगे। ചില മിനിസ്ട്രികളിലൊക്കെ ഉള്ളതായ ദൈവദാസന്മാര് പിന്നെ ജനത്തെ ആഹ്വാനം ചെയ്യുന്നത്, ജനത്തോട് പറയുന്നത് പിന്നെ ദൈവം നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കും.
आजकल दिनों में बहुत प्रमुख व्यक्तियों परमेश्वर के दासों ने ऐसा कहते हैं और वो परमेश्वर हमारा मसीह तुमको बचाएंगे। അത് പണമെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അതിന്റെ 100 ഇരട്ടിയായിട്ട് ദൈവം പിന്നെ നിങ്ങൾക്ക് തരും. तेरी हाथ में धन दौलत है, मेरी ओर लाए इसका 100 गुण प्रतिशत और तुम्हें परमेश्वर दिया देंगे। കോടിക്കണക്കിന് രൂപ ജനങ്ങൾ വിശ്വാസികളും തട്ടിയെടുത്തതായ ഒരു ദൈവദാസനെ എന്ന് പറയുന്നതായ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിട്ടു. बीते दिनों में करोड़ों करोड़ों रुपया छीन लिया है, विश्वासियों के हाथ से छीन लिया है। वो व्यक्तियों को पुलिस वाला ने घर लिया और जेल खाना में डाल दिया। കർണരസപ്രദമായിട്ടുള്ളതായ ആകർഷകമായിട്ടുള്ളതായ കാര്യം, നിങ്ങളുടെ വിലാപം നൃത്തമായി തീരും, നിങ്ങളുടെ തലമുറ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും, ഇങ്ങനെയുള്ളതായ ആശംസ വാക്കുകൾ അത്രേ പല ദൈവദാസന്മാരിലൂടെയും നമ്മൾ കേൾക്കുന്നത്. कई लोग मसीह का नाम लेकर उन्होंने ऐसे कहते हैं आज 100 रुपया दो 100 गुण मिल जाएगा कहकर उनके हृदय को हर्षित होकर धन उन्होंने कमाते हैं। നല്ല മെസ്സേജുകളാണ് എങ്കിൽ തന്നെയും ഇവിടെ ചോദ്യം, നിങ്ങൾക്ക് ജീവിതത്തിൽ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അത് പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? मैं ये वचन आपको देना चाहता है, विविध प्रकार की कठिन शोधना वेदना के समय में जो हमारे चारों तरफ हमारे प्रतिकूल हाल होता है, तब हमारा विश्वास कैसे है, हम सिर पकड़ा है नहीं है। നിങ്ങൾ ജയാളികളായി തീരും എന്നവർ പറയുന്നു. और आप जयवंत बनेंगे वो बात उन्होंने कहेगा। ഈ ആശംസ വാക്കുകൾ കേട്ട് ജനം അങ്ങനെ അന്ധകാരത്തിലിരിക്കുന്നു. अनुकूल बात कहकर हमें अंधकार में छोड़ देते हैं। പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തക്കവണ്ണം, ജീവിതത്തിലെ ട്രയൽസിനെ നേരിടുവാൻ തക്കവണ്ണം നമുക്ക് ആവശ്യം, നമ്മൾക്ക് ജനത്തെ പഠിപ്പിക്കുവാനുള്ളത് എങ്ങനെയാണ്, നമുക്ക് മാനസാന്തരം വേണമെന്നും അത് സമർപ്പിതമായിട്ടുള്ളതായ ഒരു ജീവിതം ആവശ്യമാണ്, വിശുദ്ധി ആവശ്യമാണ്. ഇതൊന്നും ജനത്തെ പഠിപ്പിക്കാറില്ല. और आजकल सिखावत यही है, धन दौलत के बारे में बहुत सिखाते हैं, लेकिन प्रार्थना करे, बीमार चंगाई देंगे और विभिन्न प्रकार की प्रेम की बात कहकर उनका विश्वास त्याग कर देता है। പ്രതികൂലമായ സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആത്മനിറവുള്ളതായ ക്രിസ്തുവിന്റെ സാന്നിധ്യമുള്ളതായ ഒരു ജീവിതം അത്രേ. प्रतिकूल परिस्थिति में भी हमारा मसीह का विश्वास हमारे में स्थिर रहते हैं। ऐसा होवे तो मसीह की शक्ति सामर्थ्य हम पा सकते हैं। നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല, അതിലുപരിയായിട്ട് ദൈവത്തിലുള്ളതായ ആഴമായ വിശ്വാസമാണ്. हमारा विश्वास यही होना और हमारा सारे परिस्थिति अनुकूल में न लाए और हमारा प्रार्थना को जवाब मिलते हैं, अनंतकाल के जीवन के बारे में हम स्थिर निर्णय में लाना। അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൽ വിശ്വാസം ആവശ്യമായിരിക്കുന്നു. असंभव की बात संभव होना चाहता है तो इतने विश्वास में अब सिर पकड़ कर रहना चाहिए। നമുക്ക് അനുകൂലമല്ലാത്തതായ വിശ്വാസികൾക്ക് പലതരത്തിലുള്ള പീഡനങ്ങളും പ്രതികൂലങ്ങളും ഭീഷണികളും നേരിട്ട് കൊണ്ടിരിക്കുന്നതായ ഈ ലോകത്തിൽ നമുക്ക് അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം, അത് അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം ആവശ്യമായിരിക്കുന്നു. होवे कठिन शोधना में हम जाए, हमारा मसीह हमारे लिए काम किया करे, मसीह के समय में हमारे में काम आए, उपयोग में लाए, ये विश्वास में हम आगे बढ़ना हमारा आवश्यकता है। അനവധി പ്രതിസന്ധികളിലൂടെയും ട്രയൽസിലൂടെയും പരീക്ഷകളിലൂടെയും നാം കടന്നു പോകുമ്പോൾ ചിലപ്പോൾ പരിക്കുകൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ മുറിവുണ്ടായേക്കാം, ചിലപ്പോൾ അപമാനിതരായി തീർന്നിരിക്കാം. എന്നാൽ അതിൻ്റെ മധ്യേയും അത് നാം ദൈവത്തോടുകൂടെ നടക്കുകയാണ് എങ്കിൽ ജയാളികളായി നമുക്ക് പുറത്തു വരുവാൻ കഴിയും.
और हमारा प्रतिकूल परिस्थितियों में हमारा जिंदगी के विश्वास को परीक्षा करते हैं, परखते हैं। जो समय हम विश्वास में सिर रहकर, वो वजन सिर पकड़कर हमारा मसीही जीवन आगे बढ़ाएगा, तो मसीह हमारे में से काम से हमें उठाएंगे। ശ്വാസത്തിന് വേണ്ടി ധീരമായ നിലപാടെടുത്തപ്പോൾ ആ യഹൂദ ബാലന്മാർ തീയുടെ മണം പോലും ഏൽക്കാതെ പുറത്തു വന്നതുപോലെ നാമും അത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ പുറത്തു വരുവാൻ തക്കവണ്ണം നമ്മെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. विश्वास में जागे, विश्वास में सिर है, विश्वास सिर पकड़ते रहे। ऐसा होवे तो चंद्रक में शकबेद्र वो तीनों ने आग की भट्टी में से बच गया। इसी नाई प्रभु ने हमें भी सारे कठिन शोधनाओं में से हमको बचाएंगे। അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നാം സേവിക്കുന്നതായ യേശു കർത്താവിന് കഴിയും. असंभव को संभव करने के लिए हमारा मसीह को हो सकता है। ദാനിയേലിനെ സംബന്ധിച്ച് അവൻ 5 രാജാക്കന്മാരുടെ കീഴിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച ധീരനായ ഒരു വ്യക്തിയായിരുന്നു. दानियल ने 5 राजाओं बादशाहों के नीचे इतने महत्व के काम किए हुए एक व्यक्ति थे दानियल। യെരുശലേം എല്ലാ കാലത്തും ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നതായ ഒരു സ്ഥലം അത്രയും. यरूशलेम हर समय शत्रुओं वैरियों में से और पीड़ित करते हुए एक राज्य थे। അതെ, ബാബേൽ രാജാവും കൂട്ടരും വന്നിട്ട് ഇസ്രായേൽ ജനങ്ങളെ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയി. बाबेल बादशाहों ने आकर और ये इस्राएलियों में वो उन्होंने घेर लिया, अपनाया है। നമ്മളെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണല്ലോ, ഫെലിസ്തീന്മാരുടേതായ പിന്നെ എന്താണ് വംശപരമ്പരയിൽ പെട്ടതായിട്ടുള്ളതായ ഈ ഹമാസും മറ്റുമൊക്കെ തീവ്രവാദികൾ വന്നിട്ട് പിന്നെ സ്വൈരമായി ജീവിച്ചിരുന്നതായ ഇസ്രായേലികളെ അവര് എന്താണ് പിടിച്ചുകൊണ്ടുപോയി. वो ये फलिस्तियों की परंपरागत में आया उनका पीढ़ियों ने स्वैर विहार किया हुआ इस्राएलियों में आकर इस्राएलियों की संतानों को घेर लिया, पकड़वाया है। എന്നാൽ കുറെ പേരെങ്കിലും ജീവനോടെ പുറത്തു കൊണ്ടുവരുവാൻ അവരെ സഹായിച്ച ദൈവത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. और कई लोगों को जीवित होकर, जिंदा होकर मिलकर बाहर लाने के लिए इस्राएलियों को परमेश्वर ने अधिकार दिया, इसलिए हम धन्यवाद करेंगे। യിരെമ്യാ പ്രവാചകന്റെ കാലത്തും ഇസ്രായേൽ ജനങ്ങളെ അത് ബാബേൽ രാജാവ് വന്നിട്ട് അവരെ എല്ലാം ബന്ദികളായിട്ട് പിടിച്ചുകൊണ്ടുപോയി. यिर्मयाह भविष्यवक्ता की जिंदगी के समय भी बाबेल राजाओं ने आकर इस्राएलियों को घेर लिया है। അവിടെ ജനത്തിനെല്ലാം, ബാക്കി ഉണ്ടായിരുന്ന ജനത്തിനെല്ലാം വളരെ നിരാശയായിരുന്നു. बाकी बच गया हुआ लोगों को निराशा हो गया। അവിടുത്തെ സിദക്കിയ രാജാവാണെങ്കിൽ ഇദ്ദേഹത്തോട് വളരെ വിരോധമായിരുന്നു ഈ യിരെമ്യാവിനോട്. सिदकिया राजा यिर्मयाह की बदलाहट में थे। അതെ, ഈ പ്രവാചകൻ ഒരു നല്ല പ്രവാചകൻ, സത്യമേ പറയത്തുള്ളൂ, ദൈവത്തിന്റെ അരുളപ്പാടുകൾ മാത്രമേ പറയത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, അത് ഈ ശത്രുക്കൾ വന്ന് നമ്മെ ബന്ദികളാക്കി കൊണ്ടുപോകും, രാജാവിനെയും അവരെ പിടിച്ചുകൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞപ്പോഴ് സിദക്കിയ രാജാവിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇയാളെ പിടിച്ച് ജയിലിലിട്ടു. और यिर्मयाह भविष्यवक्ता ने भविष्यवाणी दी, सिदकिया और उनका सेना वो सबको शत्रुओं ने आकर घेर लेंगे और ले जाएंगे, कोई भी इधर नहीं बचेंगे। ये बात कहा और सिदकिया की अनुकूल रीति में भविष्यवाणी नहीं दी, इसी कारण में उनको जेल खाने में डाल दिया है। നമ്മുടെ ദേശം നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് നിരാശയോടുകൂടി ഇരുന്നതായ ഒരു ജനത്തെ അത്ര നമുക്ക് കാണുവാൻ കഴിയുന്നത്. शत्रुओं की, वैरियों के कारण इतनी निराशा में भरा हुआ लोगों को हम देखते हैं. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ നോക്കിയിട്ട്, നഷ്ടപ്പെട്ട അവസരങ്ങളെ നോക്കിയിട്ട്, പരാജയങ്ങളെ നോക്കിയിട്ട് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടായിരിക്കാം. हमारा जिंदगी में बहुत सारे चीज वस्तुओं
नुकसान हो गया, नष्ट हो गया और वापस मिलेगा नहीं मिलेगा, इसके बारे में सोच विचार कर निराशा में बढ़ते हुए विश्वासी गणों आजकल दिनों में है। സാധ്യങ്ങളെ സാധ്യമാക്കുന്നതായ ദൈവമത്രേ നമ്മോട് കൂടെ ഉള്ളത്. असाध्य असंभव की बात संभव करने वाला मसीह हमारा है। ഈ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി അനിശ്ചിതത്വത്തിലായിരുന്നു. ये लोगों के बारे में कोई रक्षा के लिए कोई हक नहीं था। ആ സന്ദർഭത്തിൽ പ്രവാചകനോട് ദൈവം പറയുകയാണ്, നീ അനാഥത്വത്തിൽ ഒരു നിലം വാങ്ങണം എന്ന് ഒരു അരുളപ്പാടുണ്ടായി. वो तब यिर्मयाह की ओर एक भविष्यवाणी आई, अनाथोत में एक जमीन तू खरीदे। ഈ സകലതും നശിച്ചിരിക്കുന്നതായ ഈ യഹൂദ പട്ടണത്തില്, ഈ യെരുശലേമില് നീ ഒരു നിലം വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അവനോട് പറയുകയാണ്, നീ ഒരു വസ്തു സംബന്ധമായ ഒരു ഇടപാട് നടത്തണമെന്ന് പറഞ്ഞു. और यहाँ पर शत्रुओं ने घेर लिया है, वही उन्होंने प्रभुता करते हैं। जो जगह में यिर्मयाह को यहोवा की वाणी है, यहाँ पर तू भूमि खरीद है, वहां पर तू तेरे लिए अपनाए। സെയിൽ ഡീഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആധാരമെല്ലാം സൂക്ഷിച്ചു വെക്കുവാൻ പറഞ്ഞു. और उसका लिखावट अपना है, ये बात लिखे एक कागज में भरकर संभाल कर रख। ഈ ജനത്തിന് മടങ്ങി വരുവാൻ കഴിയുമെന്നും പണ്ടത്തെ പോലെ സമൃദ്ധമായിട്ടുള്ളതായ ഒരു ജീവിതം നൽകുവാൻ ദൈവത്തിന് കഴിയും, അതിന്റെ അടയാളമായിട്ട് പ്രത്യാശ നൽകുന്നതായ ഒരു കാര്യം അത്രേ തന്നെ കൊണ്ട് ചെയ്യിച്ചത്. यहोवा परमेश्वर ने यिर्मयाह से यह बात दी, ये परदेशी होकर इन्होंने गुलामी होकर जाएगा तो भी परमेश्वर सुधी रहते हैं, उसी समय उन्होंने वापस आएंगे। ये जमीन अपनाया है, इसकी निधान है, ये तुम्हें बताया हुआ बात। സകലവും തകർന്നതായ ഒരാൾ പോലും ശേഷിപ്പില്ലാത്തതായ ഈ തകർച്ചയുടെ മധ്യേ ആരെങ്കിലും അവിടെ വസ്തു വാങ്ങുമോ? ये सब कुछ नुकसान हो गया, नाश हो गया, सत्यानाश किया, ये जगह वो तुम्हारे लिए मिलेगा, अपनाएगा, तुम भूमि खरीद लेगा। എല്ലാത്തിനും വേണ്ടി താൻ ജയിലിൽ കിടക്കുകയാണ്, എന്നിട്ടാണ് ഈ ലാൻഡ് ഡീൽ ഉണ്ടാക്കുന്നത്. ये जेल खाने में है यिर्मयाह, तब ये भूमि खरीदने के बारे में वहां पर नियम आता है। ദൈവം തനിക്ക് കൊടുത്തതായ സന്ദേശം എന്ന് പറയുന്നത്, ഈ ജനം വീണ്ടും മടങ്ങി വരികയും അവർ വീടുകൾ വാങ്ങുകയും നിലങ്ങൾ വാങ്ങുകയും പഴയതുപോലുള്ളതായ ഒരു ജീവിതം അവർക്ക് മടക്കി കൊടുക്കുവാൻ തക്കവണ്ണം മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമ്പോൾ ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും എന്നത്രേ നൽകിയതായ സന്ദേശം. ये दानिയേल को एक संदेश दी, भूमि खरीद ले, इसकी अर्थ यही है, ये इस्राएलियों पराया देश में परदेशी होकर रहता है, वहां मुसीबत से वापस आएगा, आकर इधर भूमि खरीदेगा, भवन बनाएगा, भूमि अपनाएगा, इसकी निधान इसी नमूना दिखाते हैं यिर्मयाह भूमि खरीदने के बारे में। ചിലപ്പോഴൊക്കെ വിശ്വാസികളുടെ ജീവിതത്തിലെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം, എങ്കിലും അത് എന്നേക്കും അങ്ങനെ ആയിരിക്കത്തില്ല. ആ അവസ്ഥകൾ മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. यही बात वचन है हमारा विश्वास जीवन में भी। कई प्रकार हमारा विश्वास भी त्याग करने का हाल होवे तो भी हम विश्वास में स्थिर रहेगा तो एक शुभ लाभ की संदेश दिन हमारे लिए बाकी है। മനുഷ്യന്റെ ശക്തി അവസാനിക്കുമ്പോൾ മനുഷ്യന് കഴിയത്തില്ല എന്ന് പറയുമ്പോഴത്രേ ദൈവം പ്രവർത്തിക്കുന്നത്. हमारा शक्ति सामर्थ्य खो गया, नष्ट हो गया, उसी घड़ी में हमारा मसीह की काम कार्य हमारे में शुरू करेंगे। മനുഷ്യന് സാധ്യമായ തലങ്ങളില് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകുകയില്ല. मनुष्य को असंभव बात कहेगा तब मसीह का काम करेगा। मनुष्य को हो सकता है, मसीह का काम कर नहीं सकते। മനുഷ്യൻ തന്റെ സ്വന്തം പ്രയത്നം കൊണ്ട് നേടിയെടുക്കുന്ന കാര്യങ്ങളിലൂടെ ദൈവനാമം മഹത്വപ്പെടുന്നില്ല. मनुष्य ने अपने शक्ति सामर्थ्य से कमाया हुआ सही पूरे धन दौलत
अनंत काल तक उन्हीं के लिए बने रहेगा नहीं। ദൈവത്തിലുള്ള വിശ്വാസം ആരംഭിക്കുന്നത് മനുഷ്യന്റെ കഴിവില്ലായ്മ അവൻ സമ്മതിക്കുമ്പോഴത്രേ. और परमेश्वर की शक्ति सामर्थ्य प्रकट होता है। अपना सामर्थ्य शक्ति कमजोर हो गया, मसीह पर समर्पण करेंगे, मसीह हमारा बलबंद करेंगे। അത് ജനത്തിന് മടങ്ങി വരുവാൻ കഴിയും, സമൃദ്ധമായ ഒരു ജീവിതം അത് പിന്നെയും അവർക്ക് പുലർത്തുവാൻ കഴിയും എന്ന് പ്രവാചകൻ ഇവിടെ പറയുന്നതിന് ശേഷം 50 വർഷങ്ങൾക്ക് ശേഷം അത്രേ അത് യാഥാർത്ഥ്യമായി തീർന്നത്. भविष्यवक्ता यिर्मयाह को यहोवा की वाणी हुई, यिर्मयाह ने ये बात की, उसकी पश्चात 50 वर्ष की बात में ये बात पूरा हुई है। പ്രവാചകൻ എന്ത് ചെയ്തു? ദൈവം പറഞ്ഞതുപോലെ ആ വസ്തു, ആ നിലം വാങ്ങുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. भविष्यवक्ता ने यहोवा की वाणी के आधार पर भूमि खरीदा, वहां पर रहना दिया। ജോർജ് മുള്ളർ എന്ന് പറയുന്നതായി ദൈവദാസന് 5 സ്നേഹിതന്മാരുണ്ടായിരുന്നു. जॉर्ज मुल्लर ये मसीह का एक दास को 5 सेवक थे। എന്നാൽ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഈ 5 സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവര് മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ, രക്ഷയുടെ അനുഭവത്തിൽ നയിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നീ മരിക്കുന്നതിന് മുമ്പ് ഈ 5 പേരും രക്ഷയുടെ അനുഭവത്തിലായി തീരും എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. जॉर्ज मुल्लर को मसीह की ओर से वाणी हुई, तेरी दोस्तीदार 5 व्यक्तियों हैं, उन्हीं के लिए निरंतर प्रार्थना में रहे, जो तेरी मृत्यु पाने के पहले वो 5 व्यक्तियों मसीह को अपनाएगा, मसीह का शिष्य बन जाएगा। തന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒരാൾ മനസാന്തരപ്പെട്ടു. निरंतर प्रार्थना में रहा, कुछ महीना के पश्चात एक व्यक्ति मसीह को अपनाया है। എന്നാൽ തുടർമാനമായിട്ടുള്ള തന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് 10 വർഷമായിട്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് 4 സഹോദരന്മാരും രക്ഷയുടെ അനുഭവത്തിലേക്കായി തീർന്നു. और बाकी 4 दोस्तीदारों ने 10 वर्ष के पश्चात मसीह को अपनाया, ग्रहण किया, शिष्य बना दिया। എന്നാൽ തന്റെ നിരന്തരമായ പ്രാർത്ഥനയുടെ ഫലമായി 52ാമത്തെ വർഷത്തില് 5ാമത്തെ മനുഷ്യനും രക്ഷയുടെ അനുഭവത്തിലായി തീർന്നു. जॉर्ज मुल्लर की उम्र 55 वर्ष की थे। उसी समय 5 व्यक्ति भी मसीह को अपनाया, ग्रहण किया। എല്ലാവരും വിചാരിച്ചു ഈ 5ാമൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന്. ये सबने सोच विचार यही किया, 5वां व्यक्ति यीशु को ग्रहण करने के कोई रास्ता है नहीं। എന്നാൽ ഈ 5ാമൻ ജോർജ് മുള്ളറിൻ്റെതായ മരണ ശുശ്രൂഷയില് ആ സന്ദർഭത്തിൽ അത്രേ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ചത്. ये 5वां व्यक्ति जॉर्ज मुल्लर की मृत्यु के समय, दफनाने के समय यीशु को अपनाया, ग्रहण किया, शिष्य बन गया। ദൈവം തന്റെ ദാസന് കൊടുത്തതായ ആ വാഗ്ദത്തം അത് മറ്റുള്ളവർ മറന്നുപോയി എങ്കിലും ദൈവം മറന്നിട്ടില്ല. परमेश्वर ने जॉर्ज मुल्लर को एक वायदा दी, एक प्रतिज्ञा की, लोगों ने भूल गया, लेकिन मसीह ने भूला नहीं है। എത്ര വർഷങ്ങൾ കഴിഞ്ഞതായാലും ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് മാറ്റമില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിറവേറ്റപ്പെടുവാൻ പോവുകയത്രേ ചെയ്യുന്നത്. जितना वर्ष बीत जाएगा तो भी मसीह ने हमारा साथ एक बात वायदा किया तो निर्धारित समय पर यह वायदा पूरा हो जाएगा। സ്പർജൻ തന്റെ സഭയിലായിരുന്നതായ ഒരു വ്യക്തി, ഒരു മാതാവ് രോഗിയായി കിടക്കുന്നത് അറിഞ്ഞിട്ട് അവരുടെ ഭവനത്തിൽ സന്ദർശിക്കുവാൻ പോയി. स्पर्जन एक परमेश्वर के दास ने अपने मंडली में एक स्त्री ने ऐसी बीमार हाल में थी, उनको देखने के लिए, मिलने के लिए स्पर्जन उनका घर में गया। താൻ ആ വീട്ടിൽ പോയിട്ട് ആ മാതാവിനോട് പറഞ്ഞു അവരുടെ ബൈബിൾ എടുത്തു കൊണ്ടുവരുവാൻ. ये घर में जाकर जॉर्ज मुल्लर ने स्त्री को कहने लगा, तेरे घर में बाइबल है, वो लाओ।
അദ്ദേഹം അവരുടെ ബൈബിൾ പേജുകൾ മറിച്ചപ്പോൾ അവിടെയായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നതായ ചില ചില വാക്കുകൾ കണ്ടു. അത് എന്താണ് ടി ആൻഡ് പി, ടി എന്നും പി എന്നും എവിടെയായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടു. और धर्मशास्त्र लाकर खोलकर देखा, कई जगहों में निशानी लगाकर वहां पर दिया, कुछ चिन्ह कुछ शब्द वहां पर दिया गया है. സ്പർജൻ അവരോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ അർത്ഥം ടി എന്നും പി എന്നും എഴുതിയിരിക്കുന്നത്? वो जॉर्ज मुलर ने वो स्त्री की और पूछताछ की पी शब्द दिया, इसका मतलब क्या होता है? അവർ പറഞ്ഞു, എന്റെ ജീവിതത്തിലും ഈ വചനങ്ങളൊക്കെ എവിടെയൊക്കെ ടി എന്നും പി എന്നും എഴുതിയിട്ടുണ്ടോ അതിന്റെ അർത്ഥം ട്രൈഡ് ആൻഡ് പ്രൂവ്ഡ്. എന്റെ ജീവിതത്തിൽ ആ വചനങ്ങൾ അത് പരീക്ഷിക്കപ്പെടുകയും സത്യമെന്ന് തെളിയിക്കപ്പെട്ടതായ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നതായ ആ സത്യമെന്ന് തെളിയിക്കപ്പെട്ടതായ വചനങ്ങളുടെ അവിടെയാണ് ഞാൻ ട്രൈഡ് ആൻഡ് പ്രൂവ്ഡ് എന്ന് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. और ये वचन के निजे प्रभु की ओर से हमारा जीवन में काम आएगा, ये भविष्यवाणी पूरा हो जाएगा. ऐसे मेरे मन में हृदय में हर्षित की, जो वचन के नीचे जिएंगे और रक्षक है इत्यादि वचन दिया गया है. യിരെമ്യാവിന്റെ പ്രവചനം 32-ാം അധ്യായം 17-ഉം 18-ഉം 16-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുന്നു. यिर्मयाह 32वां अध्याय के 17वां पद में दिया है. ഞാൻ യഹോവയോട് പ്രാർത്ഥിച്ചത് എന്തെന്നാൽ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. और यहाँ पर दिया है, ये यहोवा तेरी ओर से सब कुछ हो सकता है, तू आकाश और पृथ्वी को रचाया है, तू रचनहार है, तेरी आस्थाना है, तेरी ओर से सब कुछ हो सकता है. പ്രിയരെ, നാം എത്രമാത്രം കഠിന ശോധനകളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ആണ് കടന്നു പോകുന്നത് എങ്കിലും ദൈവം സിംഹാസനത്തിൽ ഇപ്പോഴും ഇരിക്കുന്നു. प्रतिकूल परिस्थिति में जीवन गुजरना पड़ता है तो भी हमारा मसीह हमारे लिए जिया है, हमारे लिए जागते हैं. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ये वचनों के द्वारा मसीह हम सबों को आशीष अनुग्रह दे. धन्यवाद.